ദൈവം അനുകൂലമായി നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ജീവിതത്തിൽ എങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും നമ്മളെ തകർക്കാൻ If കഴിയില്ല. God is standing for us, nothing from this world can destroy us or remove us from this. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇപ്രകാരം ലോകക്കാർ പറയുമായിരുന്നു. Amen. Some years ago, the people used to talk like this. അമേരിക്കയുടെ പ്രസാദം കൈപ്പറ്റിയാൽ ഒരു രാജ്യത്തിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന്. People used to say that if America is favoring any nation, then don't have to worry much. കാരണം അമേരിക്ക അത്രേ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട രാജ്യമെന്നായിരുന്നു വിശ്വാസം. At that point, people used to think that America has got the power to protect all the nations around. അപ്പോൾ അമേരിക്കയുടെ ഹല്ലേലൂയ കൃപയുണ്ടെങ്കിൽ അമേരിക്കയുടെ സൈഡിലാണ് എങ്കിൽ ആ രാജ്യത്തെ ആരും തൊടുവാൻ അനുവദിക്കത്തില്ല. And it was the talk like this: if America is favoring any nation, then no one will touch that nation. എന്നാൽ മറ്റൊരു രഹസ്യമുണ്ട് ദൈവ പൈതലേ, അമേരിക്കയല്ല ഇറാനല്ല ഏത് രാജ്യം നിനക്കെതിരെ വന്നാൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടോ എങ്കിൽ തിരിയപ്പെടാത്ത ക്ലോക്ക് തിരിഞ്ഞു ചലിക്കുന്ന ദിവസങ്ങൾ അത്രയും. Amen. Doesn't matter whether it's America or United Kingdom or Iran or Israel, whoever's favor is standing with you, but his God's favor is not with you, then you are in trouble. But if his favor is with you, nothing can touch you, nothing can destroy you. Hallelujah. അതുകൊണ്ടത്രേ അനേക രാജ്യങ്ങൾ ശ്രമിച്ചിട്ടും ഇസ്രായേലിനെ ഇന്നും തകർക്കുവാൻ കഴിയാത്ത. Amen. That is why many nations try to destroy Israel, but Israel is still standing strong. കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു വലിയ റോക്കറ്റ് വിക്ഷേപണം നടത്തുകയുണ്ടായി. Amen. Hallelujah. Iran tried to send a rocket, missile to Israel. Israel. Hallelujah. എന്നാൽ ആകാശവിധാനത്തിനു മുകളിൽ വെച്ച് തന്നെ അതിനെ തകർത്ത് കളയുന്ന ശാസ്ത്രവിദ്യ അത്രേ ദൈവം അവർക്ക് ഒരുക്കി കൊടുത്തത്. Israel had the technology that to destroy or abolish that missile unto the sky itself before even it that lands to the എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന വളരെ ചെറിയൊരു രാജ്യമത്രേ. But Israel is a small country. ഇറാനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ ഒരു കോണ് മാത്രമത്രേ ഇസ്രായേൽ എന്ന് പറയുന്നത്. Compare that with Iran, Israel is just a small little country. നിങ്ങൾ എത്ര ചെറുതെന്ന് വിചാരിച്ചോ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലത്രേ. ദൈവം നിന്റെ കൂടെയാണ് എങ്കിൽ ഒരു രാജ്യത്തിനും ഒരു ശക്തിക്കും നിങ്ങളെ അതിജീവിക്കാൻ കഴിയത്തില്ല. Amen. Amen. If you think that you're very small, your size is small, your power is small, your strength is small, but if God is with you, who can be against? No one can touch you or destroy you. Hallelujah.